അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുതുബ ട്രെയിനിങ് ക്ലബിലേക്ക് ഏവർക്കും സ്വാഗതം. 2019 നവംബറിലാണ് ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് റിയാദിൽ ആരംഭിക്കുന്നത്. ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിൻ്റെ പുതിയ സംരംഭമാണ് കുതുബ ട്രെയിനിങ് ക്ലബ്ബ്. 40 മീറ്റിങ്ങുകൾ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. ഈ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്ത് പ്രമുഖ പണ്ഡിതനായ MM അക്ബർ സാഹിബായിരുന്നു. തികച്ചും നൂതനമായ ശൈലിയിലാണ് ഈ ക്ലബിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. എൻ്റെ പേര് അബ്ദുൽ നസീർ, ഞാനാണ് ക്ലബ് കോർഡിനേറ്റർ. 3 സെഗ്മെൻ്റായിട്ടാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു കൊണ്ടുപോകുന്നത്. അതിൽ ഫസ്റ്റ് സെഗ്മെൻറ്റ് പ്രിപ്പയർഡ് സ്പീച്ച് സെഗ്മെൻറ്റ്, സെക്കൻഡ് സെഗ്മെൻറ്റ് 3 മിനിറ്റ് ടോപ്പിക് സെഗ്മെൻറ്റ്, തേർഡ് സെഗ്മെൻറ്റ് ജനറൽ ഇവാലുവേഷൻ. ഈ ഫസ്റ്റ് സെഗ്മെൻറ്റിൽ VP ഓർഗനൈസർ ഒരു സത്യവാചകം ചൊല്ലിക്കൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുന്നു. പിന്നീട് പ്രോഗ്രാം മാസ്റ്റർ കടന്നു വരുന്നു. പ്രോഗ്രാം മാസ്റ്റർ ആയിരിക്കും ആ ഒരു ആഴ്ചയിലെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു കൊണ്ടുപോകുന്നത്. പിന്നീട് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്ന ആ മീറ്റിംഗ് വേർഡ് മാസ്റ്ററാണ് പിന്നീട് വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു നാമം എടുത്ത് തദബ്ബർ ചെയ്ത് സംസാരിക്കുന്ന ഒരു സ്പീച്ചാണത്. അത് 3.5 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ളവരുടെ ഐസ് ബ്രേക്കിംഗ് സ്പീച്ച് ഉണ്ടാവും. പുതുതായി കടന്നു വരുന്നവർ താങ്കളെ പരിചയപ്പെടുത്തുന്ന സ്പീച്ചാണ് ഐസ് ബ്രേക്കിംഗ് സ്പീച്ച്. സ്പീച്ച് ഡ്യൂറേഷൻ 4 to 6 മിനിറ്റ്സ് ആണ്. 4 മിനിറ്റിൽ കുറയരുത്, 6 മിനിറ്റിൽ കൂടാൻ പാടില്ല. അടുത്തതാണ് നമ്മുടെ കുതുബ ട്രെയിനിങ് സ്പീച്ച്. അതിന് 2 ആഴ്ചകളിലായിട്ടാണ് ഈ കുതുബ ഇതിലെ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കേണ്ടത്. ടോട്ടൽ ഇതിന് അനുവദിച്ചിട്ടുള്ള സ്പീച്ച് ഡ്യൂറേഷൻ 20 മിനിറ്റാണ്. ആദ്യത്തെ ആഴ്ചയിൽ 10 മിനിറ്റും രണ്ടാമത്തെ ആഴ്ചയിൽ 10 മിനിറ്റും അങ്ങനെ ഡിവൈഡ് ചെയ്താണ് ഈ പ്രോഗ്രാം നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. ആദ്യത്തെ ആഴ്ചയിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ കുതുബയിലെ മുഖദ്ദിമയും കുതുബയുടെ ആമുഖവും അങ്ങനെ 10 മിനിറ്റിൽ അവസാനിപ്പിക്കുക. സെക്കൻഡ് വീക്കിൽ ബാക്കിയുള്ള ഭാഗം, കുതുബയിലെ ബാക്കിയുള്ള ഭാഗവും പ്രാർത്ഥനയും ഉൾപ്പെടെയുള്ള 10 മിനിറ്റ്. അങ്ങനെ 2 ആഴ്ചകളിലായിട്ടാണ് ഈ പ്രോഗ്രാം നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അതിനനുസരിച്ചുള്ള പാത്വേ ഉണ്ട്. ആ പാത്വേയിൽ നിന്നാണ് വിഷയങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇതിന് ഒരാഴ്ച സമയം തരും. അതാണ് പ്രിപ്പയർഡ് സ്പീച്ച് സെഗ്മെൻറ്റ്. ഇൻഷാ അല്ലാഹ് അടുത്തത് നമ്മുടെ 3 മിനിറ്റ് ടോപ്പിക് സെഗ്മെൻ്റാണ്. ഒരു 3 വിഷയവുമായി ഒരു മാസ്റ്റർ കടന്നു വരികയും ആ 3 വിഷയം 3 മാസ്റ്റേഴ്സിന് കൊടുക്കുകയും ചെയ്യുന്നു. അത് 3.5 മിനിറ്റാണ് ആ ഓരോ സ്പീക്കറും തിരഞ്ഞെടുത്ത് സംസാരിക്കേണ്ടത്. അതാണ് 3 മിനിറ്റ് ടോപ്പിക് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇവാലുവേഷനും ഈ 3 മിനിറ്റ് ടോപ്പിക് മാസ്റ്റർ തന്നെയാണ് നിർവഹിക്കേണ്ടത്. അടുത്തത് ജനറൽ ഇവാലുവേഷൻ സെഗ്മെൻറ്റാണ്, തേർഡ് സെഗ്മെൻറ്റ്. അതിൽ ഒരു സോങ് മാസ്റ്റർ ഉണ്ടാവും. കൂടാതെ ഖിറാഅത്തിനുള്ള തജ്വീദ് മാസ്റ്റർ ഉണ്ടാവും. ഗ്രമേറിയൻ, അക്കൗണ്ടർ, ടൈമർ, പ്രിപ്പയർഡ് സ്പീച്ച് ഇവാലുവേഷൻ, ഐസ് ബ്രേക്കിംഗ് സ്പീച്ച് ഇവാലുവേഷൻ എന്നിങ്ങനെയുള്ള സെഗ്മെൻറ്റും ഈ ജനറൽ വാല്യൂഷനുണ്ടാവും. അത് കഴിഞ്ഞ് ജനറൽ വാല്യൂട്ടർ എങ്ങനെയായിരുന്നു മീറ്റിംഗ് എന്ന് വിലയിരുത്തി കൊണ്ട് വിട പറയുന്നു. പിന്നീടാണ് നമ്മുടെ പ്രസിഡൻഷ്യൽ സ്പീച്ച് ഉണ്ടാവും. വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും. ഇതിലുള്ള വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് സെലക്ട് ചെയ്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. വോട്ട് ഓഫ് താങ്ക്സോടുകൂടി ആ മീറ്റിംഗ് സെഗ്മെൻറ്റ് തീരും. ഇങ്ങനെയാണ് ഓരോ ആഴ്ചകളിലും മീറ്റിംഗ് നടക്കുന്നത്. അതിൽ ഫസ്റ്റ് 2 സെഗ്മെൻറ്റും വെള്ളിയാഴ്ചകളിലും, സെക്കൻഡ് സെഗ്മെൻറ്റ് ലാസ്റ്റ് സെഗ്മെൻറ്റ് അത് ഞായറാഴ്ചകളിലും ആയിരിക്കും. കാരണം ഇവാലുവേഷൻ ചെയ്യണമെങ്കിൽ ഈ വീഡിയോകളെല്ലാം ഇതിലുള്ള മാസ്റ്റേഴ്സിന് കണ്ടിട്ട് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം ഗ്യാപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത വെള്ളി ആഴ്ച നമ്മുടെ 2 സെഗ്മെൻറ്റുകൾ കഴിഞ്ഞാൽ 3-ാമത്തെ സെഗ്മെൻറ്റ് അടുത്ത സൺഡേ ആയിരിക്കും. ഇതാണ് ഈ
ക്ലബിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ശൈലി. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഗ്രൂപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു പ്രബോധകനാകാൻ, നല്ലൊരു പ്രസംഗകനാകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.